മുഖം മിനുക്കി മനോഹരിയാവുകയാണ് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി. മലയോര നാടിന്റെ ഗതാഗത മേഖലയിലെയും ടൂറിസത്തിന്റെയും കുതിച്ചുചാട്ടത്തിന്റെ കാഴ്ചകൾ കണ്ടുവരാം. ഒരു നാട് എങ്ങനെ മനോഹരമാകുന്നു എന്നതിന് ഉദാഹരണമാണ് കുറ്റ്യാടിയിലെ ഈ കാഴ്ച. ആയഞ്ചേരിയിൽ നിന്നും പള്ളിയത്തേക്കെത്താൻ യാത്രയ്ക്കൊപ്പം പ്രകൃതിസുന്ദരമായ കാഴ്ചകൾ കാണാം. കുഞ്ഞുമതുകുട്ടി മാസ്റ്റർ MLA ആയി ചുമതലയേറ്റെടുത്തതിനു ശേഷം പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്ന രീതിയിൽ ഒരു ക്രമീകരണം പാലം നിർമ്മാണത്തിനൊപ്പം വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. സംസ്ഥാന സർക്കാർ റോഡ് നിർമ്മാണത്തിന് അനുവദിച്ച ഫണ്ട് പ്രകാരം എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന വേളയിലാണ് ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത്. അങ്ങനെ മാണിക്കോത്ത് താഴെഭാഗം റോഡ് സുന്ദരമായി പൂർത്തീകരിച്ചു. വയൽക്കരയിൽ വളരെ മനോഹരമായ ദൃശ്യമുള്ള ഒരു പ്രദേശമായതുകൊണ്ട് ജനങ്ങൾക്ക് വ്യൂ പോയിന്റ് കൂടി ഉൾപ്പെടുത്തിയായിരിക്കണം എസ്റ്റിമേറ്റ് ഉണ്ടാക്കേണ്ടത് എന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാണിക്കോത്ത് താഴെ മുതൽ അങ്ങോട്ട് വീതിയുള്ള പ്രദേശങ്ങൾ മുഴുവനും വയലിൻ്റെ ഇരുഭാഗങ്ങളും കെട്ടി ഉയർത്തി മനോഹരമായ നടപ്പാതകളും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റുകളും എല്ലാം ഒരുക്കിയതിൻ്റെ ഫലമായി ധാരാളം ജനങ്ങൾ കുടുംബസമേതം തന്നെ ആ പ്രദേശത്ത് വന്നു പോകുന്ന സാഹചര്യം ഇപ്പോഴുണ്ട്. 3.96 കോടി രൂപ പ്രവൃത്തിക്കൊപ്പം സഞ്ചാരികൾക്ക് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. ഇന്റർലോക്ക് ഫുട്പാത്തോടു കൂടി വ്യൂ പോയിന്റ് തയ്യാറാക്കി. ഒപ്പം കൈവരികളും. വിദേശ ഇനത്തിൽപ്പെട്ട വിവിധതരം പക്ഷികളെയും ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. കാഴ്ചകൾ കാണാൻ അങ്ങനെ നിരവധി പേർ എത്തുന്നു. ജോലി തിരക്കുന്നൊക്കെ വിട്ടിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് റിലീഫ് തരുന്ന ഒരു സ്ഥലമാണ്. നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു പുരോഗമനമുള്ളൊരു നല്ലൊരു ഏരിയ ആണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടെടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടും. ഒരു നാടിന്റെ തന്നെ മുഖച്ഛായ മാറ്റുന്ന രീതിയിലാണ് വികസനം നടപ്പിലാക്കിയിരിക്കുന്നത്. കഥകൾ പറഞ്ഞ് കാഴ്ചകൾ കണ്ട് ഒത്തുചേരാൻ നിരവധി പേരാണ് ദിനംപ്രതി ഇവിടേക്ക് എത്തുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.